Good morning, my dear students. Welcome back to SS class. In the previous section, we studied about the subsistence prices and what are the causes for subsistence prices and emergence of middle class. Today, we are going to discuss the outbreak of revolution. Outbreak means spread. Revolution എങ്ങനെയാണ് spread ചെയ്യുന്നത് അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെട്ടത്. In the previous class, we studied Louis XVI increased taxes for maintaining regular expenses. But in France of the old regime, the monarch did not have the power to impose taxes according to his will alone. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലൂയിസ് 16 ടാക്സസ് ഇൻക്രീസ് ചെയ്തിരുന്നു, അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഫ്രാൻസിലെ ഓൾഡ് റഷീം the monarch did not have the power to impose taxes according to his will alone. മൊണാർക്കിന് തന്നെയായിട്ട് ടാക്സസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. Rather, he had to call a meeting of the Estates General, which would then pass his proposals for new taxes. ഒറ്റയ്ക്ക് ടാക്സ് ഇൻക്രീസ് ചെയ്യാനായിട്ട് രാജാവിന് സാധിക്കില്ല. രാജാവ് എസ്റ്റേറ്റ് ജനറലിനെ വിളിച്ചുകൂട്ടും, അവർക്കൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടും. അതിനുശേഷം പുതിയ ടാക്സിൽ തീരുമാനമുണ്ടാക്കും. അങ്ങനെയാണ് ടാക്സ് ഇൻക്രീസ് ചെയ്തിരുന്നത്. He had to call a meeting of Estates General. What is Estate General? The Estate General was a political body to which the three estates sent their representatives. Estate General എന്ന് പറഞ്ഞാൽ is a political body, അതൊരു പൊളിറ്റിക്കൽ ബോഡിയാണ്. To which three estates sent their representatives. അതിലേക്ക് 3 എസ്റ്റേറ്റ് ജനറലിലെയും ആൾക്കാർ റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കുമായിരുന്നു. The Estate General was a political body to which 3 estates sent their representative. തങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ മീറ്റിങ്ങിനായിട്ട് അവർ അയക്കുമായിരുന്നു. However, the monarch alone could decide when to call a meeting of the body. എന്നാൽ മീറ്റിംഗ് എസ്റ്റേറ്റ് ജനറലിലെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത് രാജാവ് തന്നെയായിരുന്നു. The last time it was done was in 1614. ലാസ്റ്റ് മീറ്റിംഗ് 1614 നടന്നിരുന്നത്. On 5th May 1789, Louis XVI called together an assembly of Estate General to pass proposal for new taxes. എന്നാൽ on 5th May 1789, 1789 മെയ് 5 ലൂയിസ് 16 called together an assembly of the states. എസ്റ്റേറ്റ്സിന്റെ അസംബ്ലി വിളിച്ചു കൂട്ടിയിരുന്നു. to pass proposal for new taxes. പുതിയ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. A resplendent hall in Versailles was prepared to host the delegates. എന്നാൽ വേഴ്സായ്സിലെ
ഹാളിലാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. The first and second estates sent 300 representatives each. ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിലുള്ളവർ 300 റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് അയച്ചിരുന്നത് ഓരോ എസ്റ്റേറ്റ് ജനറലും. who were seated in rows facing each other on two sides. അവർ 2 റോയായിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടാണ് അവർ ഇരുന്നിരുന്നത്. while 600 members of the third estate had to stand at the back. തേർഡ് എസ്റ്റേറ്റിലെ 600 മെമ്പേഴ്സ് അവർക്ക് പുറകിലായിട്ട് വന്ന് നിൽക്കുകയാണ് ചെയ്തിരുന്നത്. The third estate was represented by its more prosperous and educated members. തേർഡ് എസ്റ്റേറ്റിലുള്ള ആൾക്കാർ more prosperous and educated members. പ്രോസ്പെറസ് ഉള്ളവരായിരുന്നു, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. വിദ്യാഭ്യാസമുള്ളവരും കുറേയൊക്കെ പ്രോഗ്രസ് ഉള്ളവരും ആയിരുന്നു. peasants, artisans and women were denied entry to the assembly halls. എന്നാൽ peasants, farmers, കർഷകർ, artisans, കരകൗശല വിദ്യകളൊക്കെ ചെയ്യുന്ന തൊഴിലാളികളാണ് artisans, and women, സ്ത്രീകൾ were denied entry to the assembly hall. അസംബ്ലി ഹാളിൽ പെസൻസ്, ആർട്ടിസാൻസ്, വുമൻ ഇവരെ ആരെയും കയറ്റിയിരുന്നില്ല. However, their grievances and demands were listed in some 40,000 letters which the representatives had brought with them. എന്നാൽ അവരോടൊപ്പം തേർഡ് എസ്റ്റേറ്റ് ജനറൽ, തേർഡ് എസ്റ്റേറ്റ്സ് മെമ്പേഴ്സ് അവരുടെ 40,000 കംപ്ലൈൻറ്റ്, അതുപോലെ തന്നെ അവരുടെ ഡിമാൻഡ് ഇവയെല്ലാം കൊടുത്തയച്ചിരുന്നു. അതും കൊണ്ടാണ് റെപ്രസെൻറ്റേറ്റീവ്സ് അസംബ്ലി ഹാളിൽ എത്തിയിരുന്നത്. One question is there. What is the significance of 5th May 1789? 1789 മെയ് 5-ാം തീയതിയിലുള്ള പ്രാധാന്യം എന്തായിരുന്നു? ലൂയിസ് 16 called together an assembly of estate general to pass proposals for new taxes. A resplendent hall in Versailles was prepared to host the delegates. The first and second estates sent 300 representatives each, who were seated in rows facing each other on two sides. With 600 members of third estate had to stand at the back. The third estate was represented by its more prosperous and educated members. Peasants, artisans and women were denied entry to the assembly hall, but their grievances means complaints, and demands were listed in some 40,000 letters which the representatives had brought with them. These are the significance of 5th May 1789. Voting in Estates General in past had been conducted according to the principle that each state had one vote. എന്നാൽ എസ്റ്റേറ്റ് ജനറലിലെ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. This time too Louis XVI was determined to continue the same practice. ലൂയിസ് 16 ഇത് തന്നെ ഈ വോട്ടിംഗ് സിസ്റ്റം തുടരാനാണ് ആഗ്രഹിച്ചിരുന്നത്. This time Louis XVI was determined to continue the same practice, but members of third estate demanded that voting
now be conducted by assembly as a whole where each member would have one vote. എന്നാൽ എസ്റ്റേറ്റ് മെമ്പേഴ്സ് ഡിമാൻഡ് ചെയ്തിരുന്നത് ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് വേണം. ഈച്ച് മെമ്പേഴ്സ് ഹാവ് വൺ വോട്ട്. ഓരോ മെമ്പറിനും വൺ വോട്ട് ഉണ്ടായിരിക്കണം. ദിസ് വാസ് വൺ ഓഫ് ദ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ. ഇതാണ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ put forward by philosophers Rousseau in his book Social Contract. I told you before, there are three important philosophers in the French society. They are Rousseau, Locke and Montesquieu. These democratic principles put forward by Rousseau in his book Social Contract. Social Contract എന്ന പുസ്തകത്തിൽ റൂസോ എഴുതിയുണ്ടാക്കിയതാണ് these democratic principle. Each member have one vote. ഓരോ മെമ്പറിനും ഓരോ വോട്ട് ഉണ്ടായിരിക്കണം. When the king rejected this proposal, members of the third estate walked out of the assembly in protest. എന്നാൽ കിങ് അംഗീകരിക്കാതിരിക്കുകയും അതുമൂലം തേർഡ് എസ്റ്റേറ്റിലെ മെമ്പേഴ്സ് അസംബ്ലിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. The representatives of third estates viewed themselves as spokesmen for whole French nation. തേർഡ് എസ്റ്റേറ്റ്സിലെ മെമ്പേഴ്സ് ഫ്രഞ്ച് നേഷന്റെ പൂർണ്ണമായും ഉള്ള കാര്യത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത്. ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഇങ്ങനെയായിരിക്കണം. അതിനുവേണ്ടിയാണ് തേർഡ് എസ്റ്റേറ്റ്സിലെ മെമ്പേഴ്സ് സംസാരിച്ചിരുന്നത്. On 20th June, they assembled in the hall of an indoor tennis court in the grounds of Versailles. 20 June, they assembled in the hall of an indoor tennis court in the grounds of Versailles. Versaillesലെ ഗ്രൗണ്ടിലെ ടെന്നീസ് കോർട്ടിൽ വെച്ച് ഇൻഡോർ ടെന്നീസ് കോർട്ടിൽ വെച്ച് 20th ജൂണിൽ തേർഡ് എസ്റ്റേറ്റ് മെമ്പേഴ്സ് ഒത്തുകൂടുകയും they declared themselves a national assembly. അവരൊരു നാഷണൽ അസംബ്ലി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. And so not to disperse till they had drafted a constitution for France that would limit the powers of the monarch. അവിടെ ഒത്തുകൂടിയിട്ട് അവർ സത്യം ചെയ്യുകയാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം. അതുവരെ അവർ അവിടെ നിന്ന് പോവുകയില്ല. Dispersed till they had drafted a constitution for France that would limit the powers of monarch. കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുകയും മൊണാർക്കിനുള്ള പവേഴ്സ് എന്തെല്ലാമാണെന്ന് ഫിക്സ് ചെയ്യുകയും ചെയ്തിരുന്നു. They were led by Mirabeau and Abbassides. തേർഡ് എസ്റ്റേറ്റ്സിലെ ജനങ്ങളെ നയിച്ചിരുന്നത് മീരാബോ ആൻഡ് അബാസിഡ്സ് എന്ന് പറഞ്ഞ രണ്ട് പേഴ്സണാലിറ്റീസ് ആയിരുന്നു. മീരാബോ വാസ് ബോൺ ഇൻ എ നോബിൾ ഫാമിലി. മീരാബോ എന്ന് പറയുന്ന ആള് ബോൺ ചെയ്തിരുന്നത് നോബിൾ ഫാമിലിയിലായിരുന്നു. He was convinced of need to do away with a society of feudal privilege. നോബിൾ ഫാമിലി ആയിരുന്നുവെങ്കിലും സമൂഹത്തിലുണ്ടായിരുന്ന ഫ്യൂഡൽ പ്രിവിലേജസ് ഇല്ലാതാക്കണം എന്നതായിരുന്നു അവരുടെ ഡിമാൻഡ്. He bought a journal and delivered powerful speeches to crowd assembled at Versailles. അതിനു വേണ്ടിയിട്ട് വേഴ്സായിൽസിലെ ജനങ്ങളുടെ മുൻപിൽ ഒരു നല്ല പ്രസംഗം നടത്തുകയും ജേണൽ അതുപോലെ തന്നെ മാസികകൾ അവർ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ജനങ്ങളെ ബോധവാന്മാർ ആക്കിയിരുന്നു. ഫ്യൂഡൽ പ്രിവിലേജസിന്റെ ഡീമെറിറ്റ്സ് എന്താണെന്ന് അവർ മനസ്സിലാക്കി കൊടുത്തിരുന്നു. അബിസെയ്ദ് ഒറിജിനലി എ പ്രീസ്റ്റ്. അബിസെയ്ദ്
ഒരു പ്രീസ്റ്റ് ആയിരുന്നു, പുരോഹിതനായിരുന്നു. wrote an influential pamphlet. അദ്ദേഹം പാംപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ബുക്ക്ലെറ്റ്, ലഘു ലേഖകൾ, മാഗസിൻസ് ഒക്കെ, ചെറിയ മാഗസിൻസ് ഒക്കെ അദ്ദേഹം എഴുതുമായിരുന്നു. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു, പുരോഹിതനായിരുന്നു. called what is third estate, എന്താണ് തേർഡ് എസ്റ്റേറ്റ് എന്നുള്ള കാര്യം അദ്ദേഹം തന്റെ ബുക്സിലൂടെ പറഞ്ഞിരുന്നു. There are two important personalities exist in France. They are Mirabeau and Abbe. Mirabeau was born in a noble family and Abbe originally a priest. In this topic, we discussed about the outbreak of revolution. I hope you understood this concept. Read the text well. Thank you, children. Thank you so much.